വൈജ്ഞാനിക രംഗത്ത് ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാമിഅ ദാറുസ്സലാമിന്റെ 40ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സെമിനാറിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സെമിനാറിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന സബ്ജക്റ്റ് സമകാലിക കേരളീയ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമായ വിഷയമാണ്. അറബിക് സർവകലാശാല ആവശ്യവും അവകാശവും എന്ന പ്രമേയത്തിലുള്ള ചർച്ചയാണ് ഈ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത കാലത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പരിസരങ്ങളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച അറബിക് സർവകലാശാല സംബന്ധിയായ ചർച്ചകളിൽ തദ്വിഷയകരവുമായി ഏറെ ബന്ധപ്പെട്ട വിഷയാവതരകൾ നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുമൊന്നും പുതുമയുള്ള ചർച്ചാ വിഷയമല്ല. മലയാളം സർവകലാശാലയും സംസ്കൃത സർവകലാശാലയും സെൻട്രൽ യൂണിവേഴ്സിറ്റികളും എല്ലാമുള്ള വിദ്യാഭ്യാസപരമായി ഏറെ മുന്നേറ്റം പ്രാപിച്ചു കഴിഞ്ഞ കേരളത്തിൽ പുതിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിക്കാനുള്ള ചർച്ചകൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഇത് കടന്നുവന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഒരു അറബിക് സർവകലാശാല വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് കേരളത്തിലെ ഒരു മതസംഘടനകളുമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും പരിഹാര റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മീഷന്റെ ശുപാർശയെ തുടർന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച പാലോളി കമ്മിറ്റിയാണ് കേരളത്തിൽ ഒരു അറബിക് സർവകലാശാലയുടെ ആവശ്യവും അതിന്റെ സാധ്യതകളുടെ ബാഹുല്യവുമെല്ലാം ചർച്ച ചെയ്തത്. കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പോലും അറബിക് സർവകലാശാല വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇത് സംബന്ധിയായി നടന്ന ചർച്ചകളും ആലോചനകളുമെല്ലാം കലാശിക്കുന്നത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖകളിൽ രേഖപ്പെടുത്തിയത് കേരളത്തിൽ ഒരു അറബിക് സർവകലാശാല രൂപീകൃതമാവുകയാണെങ്കിൽ കേരളത്തിൽ വർഗീയപരമായ ചേരിതിരിവിനും വർഗീയ ധ്രുവീകരണത്തിനും അത് ആക്കം കൂട്ടുമെന്നുള്ള ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ അടയാളപ്പെടുത്തലുകൾ, അഥവാ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവരുടെ നോട്ടുകൾ പുറത്തുവരികയും അത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഒരു അറിവിന്റെ കലാലയം വർഗീയപരമായ ചേരിതിരിവുകൾക്ക് കാരണമാവുക എന്നുള്ള മറുചോദ്യവുമായി കേരളത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവരും പ്രബുദ്ധമായ മലയാളി സമൂഹവും മുന്നോട്ട് വന്നതും നാം കാണുകയുണ്ടായി. വിശിഷ്യ ഈ സമരത്തിന്റെ പോർമുനയിൽ മുന്നോട്ട് വരികയും സമരത്തിന്റെ തീജ്വാലകളെ ഏറ്റെടുക്കുകയും ചെയ്ത കേരളത്തിലെ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം SKSSF ആയിരുന്നു ഈ സമരത്തിന്റെ മുൻപന്തിയിലെന്നതും നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഒരു സർവകലാശാലയെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക നോട്ടുകളിൽ അത് വർഗീയതയുടെ ഉൽപ്പന്നമായി തീരുമെന്നുള്ള ക്ഷുദ്രശക്തികളുടെ വാദങ്ങളായിരുന്നു കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി മുന്നോട്ട് വെച്ചത്. അത് ഈ ഭാഷയോടുള്ള അവഗണനയും അവജ്ഞയുമായിരുന്നു. കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഇന്ത്യയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ സാമൂഹിക പൈതൃക പരമ്പരകളിൽ തിരനോട്ടം നടത്തുന്ന ആർക്കും മനസ്സിലാവും അറബി ഭാഷയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അറബികളും കേരളവും തമ്മിലുള്ള ഇഴചേർന്ന പാരസ്പര്യത്തെക്കുറിച്ച് കേരളത്തിന്റെ ചരിത്രം വരിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും വളരെ സ്പഷ്ടമായ യാഥാർത്ഥ്യമാണത്. എന്നാൽ അറബി എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഭാഷയാണെന്നുള്ള സങ്കുചിതമായ മനോഭാവം, അത് ഖുർആനും മുസ്ലിങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നുള്ള ചരിത്രപരമായ അജ്ഞതയായിരുന്നു ഈ ഒരു കോലാഹലങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കാൻ കാരണം. എന്നാൽ നാം പരിശോധിച്ചു നോക്കുമ്പോൾ അറബേതര മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദഗ്രന്ഥത്തിന്റെ ഭാഷയാണ് അറബി.
എന്നാൽ ആഗോളമായിട്ടുള്ള പരിശോധനയിൽ വ്യക്തമാകും, ലോകത്ത് 3 വിഭാഗങ്ങളാണ് അറബ് ഭാഷയെ അവരുടെ സംസാര ഭാഷയായി, മാതൃഭാഷയായി സ്വീകരിച്ചു പോരുന്നത്. ലോകത്ത് 50 കോടിയോളം ആളുകൾ അറബിയെ സംസാര ഭാഷയായി തെരഞ്ഞെടുത്തു. 30 കോടിയോളം വരുന്ന ബഹുജനങ്ങൾ അറബ് ഭാഷയെ അവരുടെ മാതൃഭാഷയായി സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ 23ഓളം രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ അറബിയാണ്. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും യഹൂദരും അവരുടെ പ്രധാനപ്പെട്ട ഭാഷയായി ലോകത്ത് അറബിയെ കാണുന്നുണ്ടല്ലോ. ബൈബിളിന്റെ മൂലഭാഷകൾ പരിശോധിച്ചു നോക്കിയാൽ ഹിബ്രു അടക്കമുള്ള, സുറിയാനി അടക്കമുള്ള, ഗ്രീക്ക് അടക്കമുള്ള ബൈബിളിന്റെ മൂലഭാഷകളിൽ അറബിക്കും പ്രാധാന്യമർഹിക്കുന്നുണ്ടെന്ന് ഇത് സംബന്ധിയായ പഠനങ്ങൾ നടത്തിയവർ സൂചിപ്പിക്കുകയുണ്ടായി. ബൈബിളിന്റെ പ്രധാനപ്പെട്ട ഒരു പഴയ നിയമത്തിലെ പുസ്തകമാകുന്ന ഇയ്യോബിന്റെ പുസ്തകമെന്ന ആ വിഭാഗത്തിന്റെ ഭാഷ തന്നെ, മൂലഭാഷ തന്നെ അറബിയാണ്. സുറിയാനി ഭാഷയും ഗ്രീക്ക് ഭാഷയുമെല്ലാം കാലപ്പഴക്കത്താൽ ജീർണിച്ചു പോയെങ്കിലും അടിസ്ഥാനപരമായി കടത്തിക്കൂട്ടലുകളില്ലാത്ത ബൈബിൾ നിയമങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷ കൂടിയേ തീരൂ എന്ന് ഇവാഞ്ചലിസ്റ്റുകൾ പോലും മനസ്സിലാക്കിയതായി ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയൊരു പശ്ചാത്തലം, ആഗോളതലത്തിൽ അറബ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങളും മനനങ്ങളും റിസർച്ച് തെസീസുകളുമെല്ലാം സമർപ്പിക്കുമ്പോൾ ലോകം കേരളത്തിലേക്ക് ഉറ്റുനോക്കാൻ കാരണമാകുന്ന മഹനീയമായൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിനായിരുന്നു അറബിക് സർവകലാശാല നന്ദി കുറിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഏത് വിഷയങ്ങളിലെന്നതുപോലെയും വർഗീയതയുടെ ഫണങ്ങൾ വിടർത്തുന്ന ആളുകൾ ഈ ഒരു സംരംഭത്തെ മുസ്ലിമുകളുടെ മാത്രം നേട്ടമായി ചിത്രീകരിച്ച് അതിനെ തച്ചുടച്ച് തകർക്കണമാക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങളായിരുന്നു നടത്തുന്നത്. ഇവിടെയാണ് ഭാഷയെ സ്നേഹിക്കുന്നവർ, സാംസ്കാരികമായ വിനിമയങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് കൂടുകയും അതിനെതിരെ ശക്തമായ ഭാഷയിൽ അവരെ സമീപിക്കുകയും ചെയ്തത്. ആഗോളതലത്തിൽ അറബ് ഭാഷ നേടിയെടുത്ത സ്വാധീനവും അതിന്റെ സാധുതയുമെല്ലാം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. ലോകത്തിന്റെ വ്യാവസായിക ഭൂപടത്തിന്റെ ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്ന അറേബ്യൻ രാഷ്ട്രങ്ങളുടെ സംസാര മാതൃഭാഷയാകുമ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക ചലനങ്ങളുടെ ചക്രം കറങ്ങണമെങ്കിൽ അറേബ്യൻ രാജ്യത്തു നിന്നുള്ള എണ്ണ വരണമെങ്കിൽ എണ്ണ ഉൽപാദനത്തിന്റെ ഭാഷയാണ് അറബി. അത് അമേരിക്ക തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ടി പി ശ്രീനിവാസൻ ഇത് സംബന്ധിയായ പ്രതികരണത്തിൽ പറഞ്ഞത്, ഞാൻ അമേരിക്കയിലെ അംബാസഡറായിരിക്കുന്ന കാലം, അന്ന് അമേരിക്കയിലെ ഇസ്ലാമിക് സെന്ററിന്റെ മുന്നിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അമേരിക്കയിലെ പൊതുജനങ്ങളടക്കം അമേരിക്കയിലെ ഇസ്ലാമിക് സെന്ററിൽ നിന്ന് അറബിക് ജേണലുകളും അറബിക് മാഗസിനുകളും വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വർഗീയതയുടെ പ്രശ്നങ്ങളില്ല. അമേരിക്കക്കാര് കൊമേഴ്ഷ്യൽ അറബിക്ക് പഠിക്കുന്നു. കാരണം ലോകത്തിന്റെ വ്യാവസായിക ഭൂപടത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ളവരാണവർ. അറേബ്യയുടെ സമ്പത്തിനെക്കുറിച്ചും അറബികളുടെ കലവറയില്ലാത്ത എണ്ണയെക്കുറിച്ചുമെല്ലാം ബോധമുള്ള അമേരിക്കയും ജപ്പാനും ഫ്രാൻസുമെല്ലാം കൊമേഴ്ഷ്യൽ അറബിക്കിന് പ്രാധാന്യം നൽകുന്നുവെന്ന് അത് സംബന്ധിയായി പഠനം നടത്തിയ ഡോക്ടർ പി ലിയാഖത്ത് അലി എഴുതിവെച്ചതും നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലാണല്ലോ. ഇങ്ങനെ ലോകം തിരിച്ചറിഞ്ഞ ഒരു ഭാഷയുടെ സാധ്യതകളെ, ലോകം അംഗീകരിക്കുന്ന ഒരു ഭാഷയുടെ നൂതനമായ കവാടങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് കേരളത്തിലെ അങ്കുലി പരിമിതമായ ഉസ്താദുമാരുടെ ഭാഷയാണ്, മുസ്ലിങ്ങളുടെ ഭാഷയാണ് തുടങ്ങിയ സങ്കുചിതമായ മനോഭാവം, അതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ് കേരളത്തിന്റെ വൈജ്ഞാനിക വിദ്യാഭ്യാസ നഭോമണ്ഡലങ്ങളിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ദാറുസ്സലാമിന്റെ റൂബി ജൂബിലിയോടനുബന്ധിച്ചുള്ള ഈ വിദ്യാഭ്യാസ സെമിനാർ എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ലോകം കേരളത്തിലേക്ക് വരട്ടെ, നമ്മുടെ സാഹിത്യങ്ങൾ ലോകം വായിച്ചറിയട്ടെ. തകഴി ശിവശങ്കര പിള്ള എന്ന കുട്ടനാടിന്റെ കഥാകാരൻ, മലയാളി ഏറെ കാണുകയും വായിക്കുകയും ചെയ്ത തകഴിയുടെ ചെമ്മീൻ എന്ന അറബികൾ വായിക്കുന്നു. ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവ എന്ന് പറയുന്ന അനുഗ്രഹീത തൂലികാകാരന്റെ സംഭാവന, മലയാളത്തിന്റെ മഹാകവി കുമാരനാശാന്റെ വീണപോവും ഇന്ന് ഡോക്ടർ അബൂബക്കർ നന്മണ്ട വിവർത്തനം ചെയ്തപ്പോൾ അറബികൾ വായിക്കുന്നു. ഡോക്ടർ കെ കെ എൻ കുറുപ്പ് എഴുതിയ മലബാർ മാപ്പിള പൈതൃകം അറബികൾ വായിക്കുന്നു. സുഹറ മോങ്ങം എന്ന് പറയുന്ന എഴുത്തുകാരി അതിനെ കൊടുത്തപ്പോൾ
എത്ര മനോഹരമായ സാംസ്കാരിക വിനിമയം! ബെന്യാമിന്റെ ആടുജീവിതം പോലും അറബികൾ വായിക്കുന്ന തലത്തിലേക്ക് സാംസ്കാരിക വിനിമയത്തിന്റെ മൂലകേന്ദ്രമായി അറബി ഭാഷ മാറിയിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയെ അറബികൾ അറിയട്ടെ. ടാഗോറിനെയും ജവഹർലാൽ നെഹ്റുവിനെയും സരോജിനി നായിഡുവിന്റെയും ഗ്രന്ഥങ്ങളും രചനകളും അറബികളും ലോകൈകരും വായിച്ചുകൊള്ളട്ടെ. ആർക്കാണിതിൽ പ്രശ്നം? ഭാഷയുടെ സ്വാധീനങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ രേഖപ്പെടുത്തുന്നു. എത്ര വലിയ തൊഴിൽ സാധ്യതകളാണ് അറബിക് യൂണിവേഴ്സിറ്റി കേരളത്തിൽ വരുന്നതോടുകൂടി വരുന്നത്. കേരളത്തിൽ വർഷാവർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മെഡിക്കൽ ടൂറിസത്തിൽ നിന്ന് വന്ന വരുമാനത്തിന്റെ കണക്കുകൾ നമുക്ക് ലഭ്യമാണല്ലോ. കേരളത്തിൽ ഏറ്റവും വലിയ സാധ്യതയുള്ള ഭൂപടങ്ങളിൽ ഏറെ അടയാളപ്പെടുത്തപ്പെട്ടതാണ് മെഡിക്കൽ ടൂറിസം. അറബികൾ കേരളത്തിൽ വന്ന് അവരുടെ ആരോഗ്യകരമായ മാറ്റത്തിനും ചികിത്സക്കും വരുമ്പോൾ ഭാഷയറിയാത്തതിന്റെ പരിമിതികളാൽ ഗണ്യമായ സാമ്പത്തിക നഷ്ടം കേരളത്തിന് വരുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മെഡിക്കൽ ടൂറിസത്തിന് അറബി ഭാഷ വല്ലാത്ത സംഭാവനകൾ അർപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോകത്തിന്റെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, കേരളത്തിന്റെ, ഇന്ത്യയുടെ വരുമാനത്തിന്റെ സിംഹഭാഗമെന്ന് പറയാം. അത്രയും വലിയൊരു ശതമാനം തന്നെ പ്രവാസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അറബ് ഭാഷയുടെ പ്രാഥമിക നിയമം പോലും അറിയാത്ത, സ്പോക്കൺ അറബിക് അറിയാത്ത, റിട്ടൺ ലാംഗ്വേജ് അറിയാത്ത ആളുകൾ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുമ്പോൾ വിദ്യാസമ്പന്നരായ ഒരു സമൂഹം അറബ് ലോകത്തേക്ക് ചെല്ലുമ്പോൾ അത് കേരളത്തിനും ഇന്ത്യക്കും നേട്ടമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം വർഗീയതയുടെ പീലികൾ വിടർത്തിക്കൊണ്ട് ഈ സമ്പ്രദായത്തെ തച്ചു തകർക്കുമ്പോൾ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി എക്കാലവും അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള മലയാളത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ ഭൂമികയോട് ചെയ്യുന്ന അനീതിയാണ് അറബിക് സർവകലാശാലയ്ക്കെതിരെ ഉയരുന്ന ഓരോ വാക്കുകളും എന്നും ഈ സംഗമം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഗോള സാമ്പത്തിക ചലനങ്ങളിൽ നമ്മുടെ ഈ സംഗമത്തിലെ മുഖ്യ അതിഥി കൂടിയായ കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആഗോള മേഖലകളിൽ റഷ്യ, ചൈന, അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ അടങ്ങിയുള്ള രാജ്യങ്ങളിൽ ടെലിവിഷനുകളിൽ, ടെലിസ്ക്രീനുകളിൽ അറബി അറിയുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി നിരന്തരമായ നെട്ടോട്ടമോടുന്നതായി കാണുന്നു. ഫ്രാൻസിലെ CCTV അറബിയിൽ, അറബ് ഭാഷയിൽ പരിജ്ഞാനമുള്ള ആളുകൾക്ക് വേണ്ടി നിരന്തരം അവർ ഇന്റർവ്യൂ ലെറ്റർ അയച്ചിട്ടും പലരും എത്തിച്ചേർന്നില്ല. റഷ്യയിലെ റൂസിയ അൽയവും അതുപോലെ അമേരിക്കയിലെ അൽഹുറ അടക്കമുള്ള അറബിക് ചാനലുകൾ വാണിജ്യ വ്യവസായ സാധ്യതകളുടെ നൂതന കവാടങ്ങൾ തുറന്നുവെക്കുമ്പോൾ ലോകം കേരളത്തിലേക്ക് വരട്ടെ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മഹിമ ലോകം അടുത്തറിയട്ടെ. അതിന്റെ പിന്നിൽ ഏതുവിധ ഉദ്യോഗസ്ഥ താൽപര്യങ്ങൾ നിലനിന്നാലും അറിവിനെ സ്നേഹിക്കുന്ന, വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക നവോമണ്ഡലങ്ങളിൽ ഉജ്ജ്വലമായ പ്രയാണങ്ങൾ നടത്തിയ മലയാളത്തിന്റെ മുഖ്യധാരയും മലയാളത്തിലെ പ്രബുദ്ധരായ മലയാളികളും അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കുമ്പോൾ അതിന്റെ പിന്നിൽ, അതിനൊരു കൈത്താങ്ങായി, അതിന്റെ പിന്നിൽ ഉറച്ച ശബ്ദമായി ദാറുസ്സലാമിന്റെ ഈ സമ്മേളന സംഗമവും കൂടി മാറുകയാണ്. ഞാൻ എന്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുന്നു. ഈ അറബിക് സർവകലാശാല ആവശ്യവും അവകാശവും എന്ന സെമിനാർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമന്യരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. തങ്ങളെ തങ്ങളുടെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സംഗമത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുവന്യരായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, അദ്ദേഹത്തെയും ഈ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിഷയസംബന്ധിയായി പ്രഭാഷണം നടത്തുന്ന SKSSFന്റെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സത്താർ പന്തലൂർ സാഹിബ് അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വിഷയാവതരണം നടത്തുന്ന അബ്ദുറഹ്മാൻ ഇടത്താണി MLA, സുബൈർ സബാഹി, KP അനിൽകുമാർ തുടങ്ങിയ നേതാക്കളെയും ഇവിടെ പ്രാർത്ഥന കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച ബഹുവന്യരായ ഉസ്താദ് IT അബൂബക്കർ അൽ ഖാസിമി അവർകളെയും വേദിയിൽ ഉപവിഷ്ടരായ മറ്റു ഉസ്താദുമാർ, നേതാക്കന്മാർ എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും കേരളത്തിന്റെ വൈജ്ഞാനിക, വ്യാവസായിക, സാംസ്കാരിക, സാമൂഹിക, മാനവീയ രംഗങ്ങളിൽ ഉന്നതമായ മാറ്റങ്ങൾക്ക് വിഷയീഭവിക്കുന്ന
അറബിക് സർവകലാശാല ആവശ്യവും അവകാശവും എന്നുള്ള ടൈറ്റിൽ ഇന്ന് സമകാലിക മലയാള സമൂഹത്തിൽ വളരെ പ്രസക്തമായതാണെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അധ്യക്ഷനെ തലസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അതുപോലെ ജാമിഅ ദാറുസ്സലാമിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അടുത്തറിയുകയും അതിനെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതികളുടെ ഒരുപാട് വാതായനങ്ങൾ തുറന്നിട്ട് തന്ന അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാക്കുന്നതിന് കേരളത്തിന്റെ പ്രബുദ്ധ സമൂഹം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന നമ്മുടെ അഭിമന്യനായ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട അബ്ദുർ റബ്ബ് സാഹിബിനെയും ഈ സദസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ തലസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുർ റബ്ബ് സാഹിബ് വളരെ ഏറെ തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യക്ഷ ഭാഷണം തൽക്കാലം മാറ്റിവെക്കുകയാണ്. നമ്മോട് സംവദിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് വിഷയകമായി പൂർണ്ണമായും നമ്മുടെ മനസ്സോടൊപ്പം നിൽക്കുന്ന ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുർ റബ്ബ് സാഹിബ് നമ്മുടെ മുഖ്യാതിഥിയാണ്. ബഹുമാനപ്പെട്ടവരെ സാദരം ക്ഷണിക്കുന്നു. For addressing Honorable Guest, Kerala Education Minister P.K. Abdur Rabb, cordially welcome. സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി P.K. Abdur Rabb സാഹിബ് അവരെ സാദരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله. ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യനായ ഐ.ടി. അബൂബക്കർ മുസ്ലിയാർ ഖാസിമി, ബഹുമാന്യനായ അൽഹാജ് മുഹീദ്ദീൻ വെളിമുക്ക്, ബഹുമാനപ്പെട്ട സി.ടി. തൻസീർ ദാരിമി കാവുന്തറ, ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ, ബഹുമാനപ്പെട്ട പി.കെ. അഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട എസ്.വി. മുഹമ്മദ് അലി, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, അഹമ്മദ് വാഫി കക്കാട്, കെ. മുഹമ്മദ് റിയാസ് കോഴിക്കോട്, സി.എസ്.എ. പുതിയ വിളപ്പിൽ, കെ.പി. അബ്ദുൽ ഖാദർ മാസ്റ്റർ, മറ്റ് വേദിയിലെ മുമ്പിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ജാമിഅ ദാറുസ്സലാം അൽ ഇസ്ലാമിയയുടെ 40ാം വാർഷിക സമ്മേളനവും 13ാം സന്നദ്ധദാന മഹാസമ്മേളനവും 17 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ നടന്നു വരികയാണ്. നാളെ അതിൻ്റെ സമാപന സമ്മേളനവും സന്നദ്ധദാനവുമൊക്കെ നടക്കാനിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സമ്മേളനത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളം പൊതുവെയും സമുദായം പ്രത്യേകിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അറബിക് സർവകലാശാലയെക്കുറിച്ചുള്ള ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആദരണീയനായ പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഏതായാലും തിരക്കിട്ട പരിപാടികൾക്കിടയിൽ ഈ ഒരു സമയം മാത്രമാണ് എനിക്ക് ഇവിടെ എത്താൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്.
വിദ്യാഭ്യാസ രംഗത്ത് ചടുലമായ പ്രവർത്തനങ്ങളിലൂടെ വലിയ പുരോഗതി നേടുവാൻ കഴിഞ്ഞ 4-4.25 വർഷക്കാലത്തിനിടയിൽ സാധിച്ചു എന്നുള്ളതിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ എനിക്കതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. വിദ്യാഭ്യാസ മേഖല കാലഘട്ടത്തിനനുസരിച്ച് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പുതിയ തലമുറയുടെ ആശയവും ആവശ്യവുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം അവർക്ക് നൽകാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും അവസരങ്ങളും സംസ്ഥാനത്ത് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ ചെയ്തത്. ഹയർ സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകളിലെല്ലാം ഹയർ സെക്കൻഡറി സ്കൂളുകൾ, കോളേജുകളില്ലാത്ത നിയോജക മണ്ഡലങ്ങളിലെല്ലാം തന്നെ കോളേജുകൾ, നിലവിലുള്ള കോളേജുകളിൽ പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ, പുതിയ സർവകലാശാലകൾ, മലയാളം സർവകലാശാല, സാങ്കേതിക ശാസ്ത്ര സർവകലാശാല, അതുപോലെ നല്ല കോളേജുകൾക്ക് അക്കാദമിക സ്വയംഭരണാവകാശം, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും മറ്റു രാജ്യങ്ങളിലെയും കോഴ്സുകൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ, കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സൗകര്യമൊരുക്കുന്ന അക്കാഡമിക് സിറ്റി, അതിന്റെ മുന്നോടിയായിക്കൊണ്ടുള്ള ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് അടുത്ത ജനുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കാനിരിക്കുകയാണ്. അപ്പം അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും പോകുന്ന കുട്ടികളെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇവിടെ പഠിക്കാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മുന്നിലാണെങ്കിലും അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മയുടെ രംഗത്തും നമ്മൾ മുമ്പിലാണ്. വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു തൊഴിൽ നൈപുണി കൂടി ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഹയർ സെക്കൻഡറി തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലുമെല്ലാം അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന പേരിൽ ഒരു തൊഴിൽ നൈപുണി പരിപാടികൾ, കോഴ്സുകൾ കുട്ടികൾക്ക് നടത്തിക്കൊണ്ടിരിക്കുക. 5 കൊല്ലം കൊണ്ട് 3 ലക്ഷം കുട്ടികളെ എങ്ങനെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, ഇതിന്റെ 2ാം ഘട്ടമായി ഓരോ നിയോജക മണ്ഡലത്തിലും ആരംഭിക്കാൻ പോകുന്ന സ്കിൽ പാർക്കുകൾ, ആ സ്കിൽ പാർക്കുകളിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും പഠനം നിർത്തിയിട്ടുള്ളവർക്കും മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഒരു തൊഴിൽ പഠിക്കാനുള്ള സൗകര്യം. ആ സ്കിൽ പാർക്കുകൾ വർഷത്തിലെ 365 ദിവസവും ദിവസത്തിലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തരത്തിലാണ് സജ്ജീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സൗകര്യമനുസരിച്ച് അവർക്ക് താൽപ്പര്യമുള്ള കോഴ്സുകൾ ആ സ്കിൽ പാർക്കുകളിൽ പോയി പഠിക്കാനും അതുവഴി അവരുടെ ജോലികൾ നേടാനും സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം ഈ ഗവൺമെന്റ് ചെയ്തത്, പഠിക്കാൻ അവസരമില്ലാതെ പോയ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോയ ആളുകൾ, അവർക്ക് വേണ്ടി തുല്യതാ പരീക്ഷകൾ നടത്തി നമ്മൾ 4ാം തരം, 7ാം തരം, 10ാം തരം, 12ാം തരം തുല്യത വരെ ഇപ്പോൾ നമ്മൾ നടത്തി. 1991 സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് ഈ മാസം ജനുവരി മാസം 13ാം തീയതി ആദരണീയനായ ഉപരാഷ്ട്രപതി അൻസാരി സാഹിബ് നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ 4ാം തരം തുല്യത കൈവരിച്ച സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകും. അതിന്റെ
പടിപടിയായി 7ാം തരവും 10ാം തരവും 11ാം തരവും തുല്യതയൊക്കെ നേടുന്ന സംസ്ഥാനമായി ഈ സംസ്ഥാനം മാറും. മാത്രവുമല്ല, നമ്മുടെ ഈ തുല്യതാ പരീക്ഷകൾ, SSLC പരീക്ഷ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലും നമ്മൾ അതിനുവേണ്ടിയുള്ള സെന്ററുകൾ അനുവദിച്ചു. അവർക്ക് പഠിക്കാൻ വേണ്ടിയും പരീക്ഷ എഴുതാൻ വേണ്ടിയും ഒക്കെയുള്ള സെന്ററുകൾ അനുവദിച്ചു. അവിടെയൊക്കെ പഠിച്ച് തുല്യത നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജോലിയിൽ, അവർ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസം ഇല്ലാതെ അവിടെ പോയവരാണ്. അവർക്ക് ഈ SSLCയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടുകൂടി അവർക്ക് അവരുടെ ജോലിയിൽ പ്രൊമോഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസുകൾ, സിവിൽ സർവീസ് കോച്ചിങ്ങുകൾ, അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ വ്യാപകമാക്കി നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ആ മേഖലയിലേക്കും ധാരാളം കുട്ടികൾ കടന്നു വരുന്നു. അപ്പം അങ്ങനെ വിദ്യാഭ്യാസ മേഖല, പൊതുവിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയും ഒരുപോലെ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, വർഷങ്ങളായി LP സ്കൂളുകൾ UP സ്കൂളുകളാക്കുന്നതുമായ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, UP സ്കൂളുകൾ ഹൈസ്കൂളുകളാക്കുന്ന പ്രശ്നങ്ങൾ, ആ കാര്യത്തിലും വലിയൊരളവോളം അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ അത്തരം സ്ഥാപനങ്ങൾ അനുവദിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ പൊതുവെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രവുമല്ല, കഴിഞ്ഞ 4.25 വർഷക്കാലത്തിനിടയിൽ സമാധാനപരമായ ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കാൻ സാധിച്ചു. ഒരു വിദ്യാർത്ഥി സംഘടനയും ഒരു ദിവസം പോലും പഠനം മുടക്കി ഒരു സമരം ഈ 4 വർഷക്കാലത്തിനിടയിൽ നടത്തിയിട്ടില്ല. ഒരു അധ്യാപക സംഘടനയും ഈ 4 വർഷക്കാലത്തിനിടയിൽ അധ്യയനം മുടക്കിയുള്ള ഒരു ദിവസം പോലുമുള്ള സമരം നടത്തിയിട്ടില്ല. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഠനത്തിന് ഊന്നൽ നൽകുകയും സമരപരിപാടികളും കോലാഹലങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, മത്സരബുദ്ധിയോടുകൂടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്ഥാപനങ്ങളും ഒക്കെ പൊതുസമൂഹം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരുടെയും ഒരേ ലക്ഷ്യത്തിലൂടെയുള്ള ഒരു പ്രയാണം. അതാണ് വിദ്യാഭ്യാസ രംഗത്തെ ഈ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. മതപഠന രംഗത്തും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമസ്തയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസാ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. 10,000-ത്തിലധികം മദ്രസകൾ വ്യവസ്ഥാപിതമായി നമ്മുടെ സംസ്ഥാനം നടന്നു വരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു മദ്രസാ സംവിധാനം എന്ന് പറയാൻ രീതിയിലുള്ള സംവിധാനങ്ങളില്ല. മതപഠനം പലപ്പോഴും വളരെ പ്രയാസകരമാകുന്ന സാഹചര്യങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. 12ാം ക്ലാസ് വരെയുള്ള പഠനത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉപരിപഠനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, അതും നമ്മുടെ സംസ്ഥാനത്ത് പച്ചമാട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി, ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി, അവിടുത്തെ കുട്ടികൾ ലോകമെമ്പാടും വലിയ രീതിയിലുള്ള ജോലികളിൽ അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് മറ്റൊരു കാര്യം കൂടി ചെയ്തത്, ഇവിടെ നമ്മുടെ നിലവിലുള്ള അറബി കോളേജുകളിൽ അഫ്സലുലമയും പോസ്റ്റ് അഫ്സലുലമയും മാത്രമാണ് നമുക്ക് നമ്മുടെ കോളേജുകളിൽ ഉണ്ടായിരുന്നത്. അവിടെയും ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള കോഴ്സുകൾ, ഇസ്ലാമിക് ഫിനാൻസ്, ഇസ്ലാമിക് കൊമേഴ്സ്, അതുപോലുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മുടെ അറബി കോളേജുകളിലെല്ലാം തന്നെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ഒരു ആകത്തുകയായി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് സംസ്ഥാനത്ത് ഒരു അന്താരാഷ്ട്ര അറബിക് സർവകലാശാല ഉണ്ടാകണം എന്നുള്ളത്. അതിനുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുക്കുകയുണ്ടായി. അതിന്റെ പ്രോസസ്സിംഗ്, തുടർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിന്റെ ഒരു പുതിയ അറബിക് സർവകലാശാല രൂപം പ്രാപിക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു സർവകലാശാല ആയാൽ പോരാ. അവിടെ വലിയ തോതിലുള്ള ഗവേഷണങ്ങളും മറ്റു കാര്യങ്ങളും മറ്റു ഭാഷാ സർവകലാശാല എന്നതിലുപരി ഭാഷയുടെ പരിപോഷണത്തിനും അതുപോലെ തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും അതിലെ ഗവേഷണങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർവകലാശാലകളിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടും അതുമായി പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെയുള്ള രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര അറബിക് സർവകലാശാല എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുന്ന കാര്യത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങളാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് സാധ്യതപ്രായമാകും എന്നുള്ള വിശ്വാസവുമാണ് പരിപൂർണമായ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇവിടെ അതിന്റെ ആവശ്യകത, അതോടൊപ്പം തന്നെ അതിന്റെ ആവശ്യവും അവകാശവും എന്നുള്ള ഇതാണ് ഇവിടുത്തെ സെമിനാറിന്റെ വിഷയം. ആവശ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അവകാശം നമുക്കറിയാം, എല്ലാ മതവിഭാഗങ്ങളും അറബി ഒരു മതത്തിന്റെ മാത്രം ഭാഷയായി നമുക്ക് കാണാൻ കഴിയില്ല. ലോകത്തെമ്പാടുമുള്ള ജനസംഖ്യയിൽ വലിയൊരു ശതമാനം ഉപയോഗിക്കുന്ന ഭാഷയാണ് അറബി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അറബിയുമായി അഭേദ്യമായ ബന്ധങ്ങൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഗവൺമെന്റ് നേരത്തെ തന്നെ എടുത്തതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇന്ന് നടക്കുന്ന ഈ സെമിനാറിൽ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തീർച്ചയായും ഗവൺമെന്റ് തുടർ നടപടികൾക്ക് കൂടുതൽ ആക്കം കൂട്ടുവാനും തുടർ നടപടികളിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുവാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ വളരെ ഫലപ്രദമായ ഒരു ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തനായ നാഥന്റെ നാമത്തിൽ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സദസ്സിനോട് സംസാരിക്കുന്നതിനു വേണ്ടി ജാമിഅ ദാറുസ്സലാമിന്റെ അനിഷേധ്യനായ കാര്യദർശി ഉസ്താദ് AV അബ്ദുറഹ്മാൻ മുസ്ലിയാരെ സാദരം ക്ഷണിക്കുന്നു. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി നിന്നതല്ല. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ഈ പരിപാടിയിൽ തിരക്കിനിടയിൽ വന്നതിന് നന്ദി പറയാനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് സന്തോഷഭരിതമായതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉന്നയിച്ചത്, അവതരിപ്പിച്ചത് ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ നമ്മളതിൽ സന്തോഷിക്കുന്നു, സർക്കാരിനെ അഭിനന്ദിക്കുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഈ വിനീതനായ എന്റെയും സഹപ്രവർത്തകരുടെയും ഈ സ്ഥാപനത്തിലുള്ള അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിൽ കൊല്ലങ്ങളായി തങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ദുഃഖം, അതല്ല ചെറിയ വലിയ ദുഃഖം, ബഹുമാനപ്പെട്ട മന്ത്രി ഇരിക്കെ പറയാതിരിക്കുന്നത് ഭൂഷണമല്ലെന്ന് കരുതിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 1987 മുതൽ സ്ഥാപിതമായ
കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ അനാഥശാലകളിൽ ഒന്നാണിത്. എല്ലാ വർഷവും ഇവിടെ 200-200 വിദ്യാർത്ഥികൾ പഠിച്ചു വന്നിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ അടുത്ത ഒരു 10 വർഷത്തിൽ ഒരിക്കലും വിട്ടുപോകാതെ എല്ലാ വർഷവും നമ്മുടെ ഈ സ്ഥാപനത്തിന് സ്കൂൾ ലഭിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്കൂൾ ഇതിന് അനുവദിക്കണമെന്നും യതീംഖാനയായതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന നൽകി അങ്ങനെ ഒരു തീരുമാനമെടുക്കണമെന്നും മാറി മാറി വരുന്ന എല്ലാ ഗവൺമെന്റുകളോടും അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ പല പ്രാവശ്യവും ഇതാവർത്തിച്ച് ഒരു ദുഃഖപ്രചരണം നടത്താനുള്ള നിർഭാഗ്യമാണ് ഞങ്ങൾക്കുണ്ടായത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാട്ടിൽ ഈയിടെ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് ചെന്നും ഹർജികളുമായി പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. സാങ്കേതികമായതോ എന്തോ കാരണവശാൽ നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇതേവരെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സർക്കാരിൻ്റേതായിട്ട് ലഭിച്ചിട്ടില്ല എന്നൊരു ദുഃഖസത്യം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിവിടെ അറിയിക്കുകയാണ്. തീർച്ചയായും അർഹിക്കുന്ന ഒരു സ്ഥാപനമാണിത്. വിദ്യാർത്ഥികളിൽ നിന്ന് ആരിൽ നിന്നും ഒരു ഫീസും വാങ്ങാതെ 1000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ പല സ്ഥാപനങ്ങളിലായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ അംഗീകാരവും അനുവാദവും ഇല്ലാഞ്ഞിട്ടും ഈ വിദ്യാർത്ഥികളെ മുഴുവനും PG തലം വരെ സൗജന്യമായി പഠിപ്പിക്കാൻ ഞങ്ങളുടെ സത്യമറിഞ്ഞ സമുദായം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാർ അതിന്റെ കടമ നിർവഹിക്കണമെന്ന ഒരു വിനീതമായ അപേക്ഷയോടുകൂടെ സാർ ഇവിടെ വന്ന് തിരക്കിനിടയിൽ വന്ന് ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിച്ച് ഞങ്ങളെ സന്തോഷപുളകിതമാക്കിയതുപോലെ സന്ദർഭം കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോൾ ഈ കാര്യവും അവിടെ നിന്ന് പൂർത്തീകരിച്ചു തരണമെന്ന അപേക്ഷയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷ ഭാഷണത്തിനു വേണ്ടി സുപ്രഭാതം CEO മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലെ സമാദരണീയരായ ഉസ്താദുമാരെ, ഈ വേദിയിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സത്താർ, ഇസ്ബാഹി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാറിന്റെ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. വളരെ പരിമിതമായ സമയമാണ്, വളരെ വിശാലമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്നത് ദീർഘമായ പ്രസംഗത്തിൽ നിന്നുകൊണ്ട്, സുദീർഘമായ ഭാഷണത്തിൽ നിന്നുകൊണ്ട് പിന്തിരിപ്പിക്കുകയാണ്. ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിഷയമായി ചില കാര്യങ്ങൾ ഇവിടെ ഏറ്റവും അപ്ഡേറ്റായി അല്പം ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ നിലവിലെ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് ഇത് സംബന്ധിയായി ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരാവശ്യമെന്ന നിലക്ക് നേടിയെടുക്കേണ്ട ഒരു കാര്യത്തെ ഇത്തരം വേദികളിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരവസരത്തിലേക്ക് മാറ്റപ്പെടുക എന്നത് വളരെയേറെ ഖേദകരവും പ്രയാസകരവുമായ ഒരു കാര്യമാണ്. അറബിക് സർവകലാശാലയുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്നോ ഇന്നലെയോ ഉള്ള ആവശ്യമല്ല. നമ്മുടെ രാജ്യം ഭരിച്ച ഭരണ സംവിധാനങ്ങൾ ഇക്കാര്യം അംഗീകരിച്ചിട്ടുമുണ്ട്. UPA സർക്കാരിന്റെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നിയമിച്ച രജീന്ദർ സിംഗ് സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയുടെ പഠന റിപ്പോർട്ട് അതിനോട്
കൂട്ടിച്ചേർത്തുകൊണ്ട് ഇക്കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലഘട്ടത്തിൽ ബഹുമാന്യനായ പാലോളി മുഹമ്മദ് കുട്ടി ചെയർമാനായിക്കൊണ്ട് സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത സമിതിയുടെ റിപ്പോർട്ടിലും അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിച്ച കാര്യമാണ് അറബിക് സർവകലാശാല എന്ന ആവശ്യം. ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ ഇക്കാര്യത്തിൽ ഭിന്നമായ ഒരഭിപ്രായമില്ല എന്നാണ് ഇതുവരെയായി നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF സർക്കാർ, നിലവിലുള്ള UDF ഭരണ സംവിധാനം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ അതിന്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി, സ്പഷ്ടമായി, വ്യക്തമായി വാഗ്ദാനം ചെയ്ത കാര്യമായിരുന്നു കേരളത്തിൽ അറബിക് സർവകലാശാല രൂപീകരിക്കുമെന്നത്. 4.5 വർഷം പിന്നിട്ടു. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. പക്ഷെ ഖേദകരമായ വസ്തുത, നമ്മുടെ കേരളം സമീപകാലത്തായി സാമൂഹ്യ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധ്രുവീകരണത്തിന്റെ ഒരു ഭാഗമായി മാറാനുള്ള ദുര്യോഗമാണ് ഈ സർവകലാശാലയുടെ ആവശ്യത്തിനുണ്ടായത് എന്നതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യം. നമുക്കറിയാം, നമ്മുടെ ഭരണകൂടത്തിന് ഭരിക്കുന്ന കീ പോയിന്റിൽ നിൽക്കുന്ന ഭരണ സംവിധാനത്തിലെ എക്സിക്യൂട്ടീവിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ നിയമനിർമ്മാണ സഭകളിൽ അബ്ദുറബ്ബ് സാഹിബ് പോലെയുള്ള MLA-മാർ ഇരുന്നുകൊണ്ട് നിയമമുണ്ടാക്കി അത് താഴെ തട്ടിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട മേഖലയിലെ കീ പോയിന്റിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുകയാണ്, ദൈവം കനിഞ്ഞാലും പൂജാരി കനിയില്ല എന്നൊരവസ്ഥ. ഈ അറബിക് സർവകലാശാലയുടെ കാര്യത്തിലും ഉണ്ടായതിൽ പ്രധാനമായ ഒരു കാരണം ഇത് തന്നെയാണ്. നമ്മുടെ ചീഫ് സെക്രട്ടറി ജിജി തോംസണും അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എബ്രഹാമും നമ്മുടെ ധനകാര്യമന്ത്രി KM മാണിയുടെ പരസ്യമായോ രഹസ്യമായോ ഉള്ള ഒത്താശയോടുകൂടി ഈ അറബിക് സർവകലാശാല എന്ന എല്ലാവരും അംഗീകരിക്കുന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് തകർക്കാൻ അവർക്ക് സാധ്യമായി എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവം സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ അവർ എഴുതിയ നോട്ട് വളരെ അപകടം പിടിച്ചൊരു നോട്ടാണ്. ആ ഉദ്യോഗസ്ഥന്മാർ, അതും രാജ്യത്തെ പരമാധികാരമുള്ള ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഈ ന്യായമായ ആവശ്യത്തെ വെച്ചുകൊണ്ട് പറഞ്ഞത് അത് വർഗീയ കലാപമുണ്ടാകും, അങ്ങനെ വന്നാൽ ഒരു അരാമിക് സർവകലാശാല കൂടി നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കേണ്ടി വരും എന്ന ഒരു ഭീഷണി കൂടിയാണ്. സത്യത്തിൽ ഈ ജിജി തോംസണെയും അഡീഷണൽ ചീഫ് സെക്രട്ടറി എബ്രഹാമിനെയും ഒക്കെ ഒരു നീളക്കുപ്പായം ഇടിയിച്ച് ഏതെങ്കിലും ചർച്ചിൽ കൊണ്ടുപോയി കുർബാന പറയിക്കേണ്ട ഒരവസ്ഥയാണ് അവരുടെ മാനസികമായി നിലവിലുള്ളത് എന്ന് പറയാതെ വയ്യ. സത്യത്തിൽ ഇതിന്റെ പിന്നിൽ ശുദ്ധവർഗീയതയാണ്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ വർഗീയതയല്ല ഇവിടെ ഉണ്ടായത്. കൃത്യമായ ചില വിഭാഗങ്ങൾ, ക്രിസ്ത്യാനിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേകമായ നിഗൂഢമായ ഒരു സംഘം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടയിടാൻ, അത് മന്ത്രിമാർക്ക് അനുവദിക്കുന്ന അലോട്ട് ചെയ്യപ്പെടുന്ന ഫണ്ടിൽ പോലും, മുസ്ലിം മന്ത്രിമാർക്ക് കൊടുക്കുന്നിടത്ത് പോലും ധനകാര്യ വകുപ്പ് കാണിച്ചിട്ടുള്ള പക്ഷപാതിത്വം, അതിന്റെ അനുഭവം അദ്ദേഹം അനുഭവിച്ചു, നമ്മൾ കണ്ടതാണ്. സാമ്പത്തിക രംഗത്ത് വമ്പിച്ച കോടികൾ വെട്ടി തട്ടി മുക്കി ഇന്ന് അദ്ദേഹം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, പുറത്തു നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്ത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ അകത്തളങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന വർഗീയതയുടെ ഉഗ്രമായ രൂപം അറബിക് സർവകലാശാല സംഭവത്തിലൂടെ കൃത്യമായി വെളിക്ക് വന്നിരിക്കുക. ഏതായാലും ഇതിന്റെ ആവശ്യകത എല്ലാവർക്കും ബോധ്യമാണ്. എന്നാൽ ഇത് നമ്മുടെ അവകാശമാണ്. ഈ സെമിനാറിന്റെ അതിന്റെ മുദ്രാവാക്യത്തിൽ പറയുന്ന 2 കാര്യം, അത് ആവശ്യം നമുക്ക് ബോധ്യമാണ്, അത് എല്ലാവർക്കും ബോധ്യമാണ്, അത് നമുക്ക് ലഭിക്കേണ്ട, അല്ലെ നാടിന് ലഭിക്കേണ്ട അവകാശമാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയൊരു ജനസംഖ്യ സംസാര ഭാഷയായി, മാതൃഭാഷയായി, വിനിമയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയെ അത് കേവലം ഒരു മതത്തിന്റെ ഭാഷയായി ചിത്രീകരിച്ചുകൊണ്ട് അത് അറബിക്കിന് പകരം അരാമിക് എന്ന
തലത്തിലേക്ക് ഇതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ തടയിടാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. മാത്രമല്ല ആ ആവശ്യം നേടിയെടുക്കൽ നമ്മുടെ അഭിമാന പ്രശ്നം കൂടിയാണ്. ആ തലത്തിലേക്ക് ഈ വിഷയത്തെ എത്തേണ്ടതുണ്ട്. നമ്മളിതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അന്താരാഷ്ട്ര അറബിക് ദിനത്തിനോടനുബന്ധിച്ചുകൊണ്ടാണ്. മാത്രമല്ല സമസ്തകേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ, സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗമായ സമസ്തകേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഇന്നലെ സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും 10,000 പങ്കെടുത്തുകൊണ്ടുള്ള മാർച്ച് ഈ വിഷയമായി നടത്തുകയുണ്ടായി. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് പറയട്ടെ, സമസ്തയുടെ 90 വർഷക്കാലത്തെ പാരമ്പര്യത്തിനിടയിൽ ആദ്യം സംഭവിച്ച അല്ലെങ്കിൽ ആദ്യമായി അനുവദിക്കപ്പെട്ട ഒരു മാർച്ചാണ് ഇന്നലെ കലക്ട്രേറ്റിലേക്ക് നടന്നത്. ഇതുവരെ സമസ്തയിലെ ജമിയത്തുൽ ഉലമ ഇത്തരമൊരു മാർച്ചിന് അനുമതി സമസ്തയോ അതിലെ കീഴ്ഘടകങ്ങൾക്കോ അനുമതി നൽകിയിട്ടില്ല എന്നതാണ് ചരിത്രം. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ സൂചനയാണ്, കൃത്യമായ സൂചനയാണ്. സമസ്തയിലെ ജമിയത്തുൽ ഉലമായുടെ അനുമതിയോടുകൂടി, ആശീർവാദത്തോടുകൂടി സമസ്തയിലെ സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒട്ടും സംശയമില്ല. തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, ഭദ്രമായി, അതായത് ഇത് നമ്മുടേതല്ല, നമ്മുടെ ആവശ്യമല്ല, നമ്മുടെ നാടിന്റെ പൊതു ആവശ്യമാണ്, പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് എന്ന കൃത്യമായ ബോധത്തോടുകൂടി ഈ സമര പോരാട്ടത്തിൽ നമ്മൾ പങ്കാളികളാവുന്ന, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പരിമിതി